ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ആൻഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ആദ്യം കാണിച്ച പിക്ചറിൽ നിന്ന് വ്യത്യാസമായിട്ടാണല്ലോ നമ്മളിപ്പം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. അത് നമ്മൾ ഹേർട്ട് ഷേപ്പിലുള്ളതാണ് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ റൗണ്ടിൽ ആക്കിയതാണ് കേട്ടോ. അപ്പം രണ്ടിൻ്റെയും പ്രോസസ്സ് ഏകദേശം ഒരേപോലെ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം ഇതേപോലെയൊക്കെ നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അതേപോലെയൊക്കെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഫസ്റ്റ് നല്ലോണം എഡ്ജസൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ സംഭവം നമ്മളിങ്ങനെ അറ്റത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിക്കൊന്ന് സെറ്റാക്കി കൊടുക്കണം. ഫുള്ളായിട്ട് സെറ്റാക്കി കൊടുക്കണം. ശേഷം നമ്മളിപ്പം ഫിറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം ഇതിലേക്ക് നന്നായിട്ട് ജോയിൻ ചെയ്യുന്ന രീതിക്ക് കുറച്ച് വെള്ളം പുരട്ടിയിട്ട് ഒന്നാക്കി കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ക്ലേ കൂടി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക, മര്യാദയ്ക്ക് ഇരിക്കുന്നില്ലെങ്കിൽ. ശേഷം ഇതേപോലെ സംഭവം കൊണ്ട് ഇങ്ങനെ നമുക്ക് മുറിച്ച് കൊടുക്കാം. അതിനുശേഷം അതിനൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഒരു ദിവസം വെക്കാം. വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം മതി, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം എടുക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വലിയ ഭംഗിയില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിപ്പം പേസ്റ്റൽ കളറ് അക്രിലിക് പെയിൻറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പേസ്റ്റൽ ബ്ലൂ ആണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഫുള്ള് നമ്മൾ പേസ്റ്റൽ ബ്ലൂ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശേഷം അത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് ടൈം വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വൈറ്റ് പെയിൻ്റ് എടുക്കുക. ശേഷം ഇങ്ങനെ ബ്രഷിൻ്റെ അറ്റഭാഗം ഇങ്ങനെ പെയിൻറ്റിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ സർക്കിളിലായിട്ട് പെയിൻ്റ് ആയിക്കോളും. അതിന് ശേഷം യെല്ലോയിൽ കുറച്ച് വൈറ്റ് ആഡ് ചെയ്തതിന് ശേഷം അന്നേരം പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പം അതിന് ശേഷം നമ്മളിങ്ങനെ ഒരു സൺഫ്ലവർ രീതിക്ക് ഇങ്ങനെ ലീവ്സൊക്കെ ഒന്ന് ഇങ്ങനെ നമുക്ക് ആക്കി കൊടുക്കാം. ഡൂപ്പ് പണി എടുക്കാൻ പോകണം. അപ്പം ഫെവിക്കോൾ എടുത്തിട്ട് മൊത്തം ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഉണങ്ങാൻ വേണ്ടി വിടും. അപ്പം ഇതാണ് ഫൈനൽ വർക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്